Welcome to the brand episode of our channel Malayalam. My name is Paachu. First of all, product വരട്ടെ. ഇതാണ് പ്രോഡക്റ്റ് DJI om4. നമ്മൾ മുന്നേ അൺബോക്സ് റിവ്യൂ ചെയ്ത പ്രോഡക്റ്റ് ആണ്. രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് DJI osmo mobile 3 ആണ്. ഈ രണ്ട് പ്രോഡക്റ്റിന്റെ കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരിക്കൽ കൂടി സ്വാഗതം ഹൈടെക്കിലേക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ DJI osmo mobile 3യും അതുപോലെ തന്നെ DJI om4 കംപ്ലീറ്റ് കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ് വന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾഡ് വെർഷൻ DJI osmo mobile 3. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈസി ക്യാരി ചെയ്ത് നടക്കാൻ പറ്റുന്ന ഒരു ഗിംബിൾ ആണെന്ന് അറിയാം. മടക്കിയിട്ട് നമുക്ക് ഈസി ക്യാരി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണെന്ന് അറിയാം. സെയിം ബട്ടൺസും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എം ബട്ടൺ, അതുപോലെ തന്നെ റെക്കോർഡ് ബട്ടൺ, സൂമിൻ, അതുപോലെ തന്നെ ട്രിഗർ ആൻഡ് ബാറ്ററി ഇൻഡിക്കേറ്റർ നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ ടൈപ്പ് സി പോർട്ട് ആൻഡ് നമുക്ക് നമ്മൾ സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാൻ ഇതിൽ തന്നെ പറ്റും. സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് DJI om4ലും വന്നുള്ളത് അറിയാം. ബട്ടൺസ് പ്ലാസ്റ്റിക് ആണെങ്കിൽ DJI osmo mobile 3ലാണെങ്കിൽ DJI om4ൽ റബ്ബർ ഫിനിഷിങ്ങിലാണ് വന്നുള്ളത് അറിയാം. ആ ഹാൻഡിലും കാര്യങ്ങളൊക്കെ റബ്ബർ ഫിനിഷിംഗ് എന്ന് പറയാം. വൈറ്റ് കളർ വേരിയന്റിലാണ് വരുന്നത്. സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ബട്ടൺസും കാര്യങ്ങളും സിമ്പിൾ ചെയ്തിൽ വെച്ചിട്ടുള്ളത് അറിയാം. ആൻഡ് കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് മടക്കിയിട്ട് പോക്കറ്റിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് ആണ് അറിയാം. എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചേഴ്സ് എന്ന് പറയാം പവർഫുൾ മാഗ്നറ്റ് ആണ്. ഈ ഒരു പവർഫുൾ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ പവർഫുൾ മാഗ്നറ്റ് ആണ് ഇതിൽ വരുന്നത്. ഈസി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വിത്ത് ഗിംബിളിന്റെ വെയിറ്റ് അടക്കം താങ്ങാൻ പറ്റുന്ന അത്രയും പവർഫുൾ മാഗ്നറ്റ് ആണ് ഇതിൽ കൊടുത്തത് പറയാം. പിന്നെ സാധാരണ ഒരു ഗിംബിൾ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസും കാര്യങ്ങളും എടുക്കണമെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയി ഗിംബിൾ എടുത്ത് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DJI osmo mobile 3യുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവ് ചെയ്ത് നമ്മൾ വീണ്ടും അടുത്ത സെക്ഷനിൽ പോയിട്ട് വീണ്ടും ഫോൺ വെച്ച് ക്യാമറ ഭാഗം എവിടെ നോക്കണം, അതുപോലെ തന്നെ വീഡിയോ ഫോണും കുറച്ച് സ്റ്റഡി ആക്കണം, അതുപോലെ എങ്ങനെയും ചെരിവ് വരുവുണ്ടെങ്കിൽ കറക്റ്റ് ആക്കണം, എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ പവർ ഓൺ ആക്കുകയാണെങ്കിൽ ഈ സെയിം തിങ് തന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും റിമൂവ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ചെയ്യണം. ഈ ഒരു പ്രോബ്ലം DJI om4ൽ തീർച്ചയായിട്ടും DJI പുതിയ ടെക്നിക്കിൽ കൊടുക്കുന്നതിന് ശേഷം ഒഴിവാക്കി എന്ന് പറയാം. അതൊരു ഈസി ആയൊരു പരിപാടിയാണ്. സിമ്പിളായിട്ട് റിമൂവ് ചെയ്ത് ആദ്യം നിങ്ങളത് കറക്റ്റ് ഒരു പൊസിഷൻ കറക്റ്റ് അതിൻ്റെ ശേഷം പിന്നെ മാഗ്നറ്റിൽ നിങ്ങൾ എടുത്തിട്ട് പിന്നെ അടുത്ത സ്ഥലത്ത് പോയിട്ട് വീണ്ടും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം, വീണ്ടും റിമൂവ് ചെയ്യാം, വീണ്ടും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. അതൊരു ഈസി ടെക്നിക്കാണെന്ന് പറയാം. അതാണ് എടുത്തു പറയേണ്ട ഒരു ഫീച്ചേഴ്സ് എന്ന് പറയാം. പക്ഷേ DJI osmo mobile 3ൽ അതൊരു എടുത്തു പറയേണ്ട പോരായ്മയാണെന്ന് പറയാം. മെയിൻ ആയിട്ടുള്ള ബാറ്ററി എന്ന് പറയുന്നത് 15 hours ബാറ്ററി ലൈഫ് തന്നെയാണ് രണ്ട് ഗിംബിൾ നമുക്ക് കിട്ടുമെന്ന് പറയാം. സെയിം ബാറ്ററി ലൈഫ് തന്നെയാണ് കിട്ടുന്നത്. പവർ ബട്ടൺ ഒക്കെ സെയിം രീതിയിലേക്ക് തന്നെയാണ് വരുന്നത്. ആൻഡ് ആപ്ലിക്കേഷൻ DJIയുടെ സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ്. അതിൽ നമുക്ക് പ്രിഫർ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റും. അത് ഈ DJI om4ൽ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പവർഫുൾ മാഗ്നറ്റ് തന്നെയാണ്. om4ലെ പവർഫുൾ മാഗ്നറ്റ് ആണ് എടുത്തു പറയേണ്ട ഒരു ഫീച്ചേഴ്സ്. ബാക്കി കാര്യങ്ങളൊക്കെ പറയാനായിട്ട് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് തൊട്ടാത്ത ബെല്ലൈക്കൻ എന്നെ വിളിക്കുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. മറക്കാത്ത ബെല്ലൈക്കൻ അമർത്താട്ടോ. അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുട്ടേജ് DJIയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് DJI osmo mobile 3ൽ ഇരിക്കുന്ന എല്ലാ ഫങ്ഷൻസും കാര്യങ്ങളും DJI om4ൽ സപ്പോർട്ടാകും. അതൊരു യാതൊരു തരത്തിലുള്ള ഒരു കുഴപ്പവും കാര്യങ്ങൾ ഉണ്ടോ എന്ന് പറഞ്ഞത് ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു എക്സ്ട്രാ പ്ലസ് പോയിന്റ് ആയിട്ട് വന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു സൂമിങ് ഔട്ട് ടൈപ്പുള്ള ഒരു ഫുട്ടേജ് നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഫോൺ കാണിച്ചു തരാം. ഇതിനെ നിന്ന് ട്രാക്ക് ചെയ്ത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് ബാക്കിക്ക് പോകും തോറും ഒരു സൂമിങ് ടൈപ്പുള്ള ഒരു ഫുട്ടേജ് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് പ്ലസ് പോയിന്റ് DJI om4ൽ ഉള്ളത്. DJI osmo mobile 3ൽ ഈ ഒരു ഫീച്ചേഴ്സ് ഇല്ല. എടുത്ത് പറയേണ്ട ഒരു പ്ലസ് പോയിന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആയിട്ടുള്ള മെയിൻ ആയിട്ടൊരു പ്രോബ്ലം ഇതൊരു റെക്കോർഡ് ചെയ്യുന്നതിന് ശേഷം സേവ് ആവാൻ കുറച്ചല്ല അധികം സമയം പിടിക്കുന്നുണ്ട്. ഈ ഒരു ഫുട്ടേജ് സേവ് ആവാൻ ഈ ഒരു ട്രാക്കിംഗ് മീൻസ് സൂമിങ് ചെയ്യുന്ന ഒരു ഫുട്ടേജ് ചില സമയത്ത് ചില ചെറിയ ഒബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ചില സമയത്ത് ഇത് ത്രോ ഔട്ടായി പോകുന്നുണ്ട്. ആ ഒരു സൂമിങ് ഇൻ്റർഫേസ് ത്രോ ഔട്ടായി പോകുന്നുണ്ട്. അതൊരു പ്രോബ്ലം ആയിട്ട് കാണിക്കുന്നുണ്ട് ചില സമയത്ത് കേട്ടോ, ചില വസ്തുക്കൾ മാത്രം. പിന്നെ മെയിനായിട്ട് DJI osmo mobile 3ൽ നമ്മൾ ഫേസ് ഡിലീറ്റ് ചെയ്ത് ഹാൻഡ് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഡിലീറ്റ് ചെയ്ത് നമ്മുടെ ഫേസ് ട്രാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. സെയിം ഫീച്ചേഴ്സ് നമ്മൾ DJI om4ലും അത് ഞാൻ ഓൺ ആക്കിയതിൻ്റെ ശേഷം ജസ്റ്റ് ഹാൻഡ് ഷേക്ക് ചെയ്തതിൻ്റെ ശേഷം അത് നമ്മൾ ഫേസ് ഡിലീറ്റ് ചെയ്യുന്നില്ല. എത്ര നമ്മൾ ഹാൻഡ് ഷേക്ക് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഹാൻഡ് കാണിച്ചതിന് ശേഷം നമ്മൾ ഫേസ് ഡിലീറ്റ് ചെയ്യുന്നില്ല. അതൊരു പ്രോബ്ലമാണ്, ആവുന്നില്ല. അത് ഈ കാണുന്ന ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ DJI osmo mobile 3ലാണ്. ജസ്റ്റ് ഒന്ന് ഹാങ് കാണിച്ചോളൂ, അപ്പോൾ തന്നെ നമ്മൾ ഫേസ് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മളെ ഫേസ് ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്ന അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അതൊരു പ്ലസ് പോയിന്റ് ആണ് DJI osmo mobile 3ൽ എന്ന് പറയാം. അത് സോഫ്റ്റ്വെയർ അപ്ഡേഷനും ആരെങ്കിലും വന്നാൽ ശരിയാവും വിചാരിക്കുന്നു. പിന്നെ ഒരു മൈനസ് പോയിന്റ് ഉണ്ട് DJI osmo mobile 3ൽ. നമ്മളിപ്പോൾ ഫേസ് ഡിലീറ്റ് ചെയ്ത് 4-5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ
ചിലപ്പോൾ ത്രോ ഔട്ടായി പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ നീങ്ങി ത്രോ ഔട്ടായി പോയി. ഇതാണ് ഈ ഒരു സംഭവം പ്രോബ്ലം കാണിക്കുന്നുണ്ട്. സെയിം ഫീച്ചേഴ്സ് ബാക്ക് ക്യാമറയിൽ നിൽക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള കുഴപ്പമൊന്നുമില്ല. DJI Osmo Mobile 3 ബാക്ക് ക്യാമറയിൽ നമ്മൾ എത്ര അകലക്കും പോയാലും ഈ ഒരു ത്രോ ഔട്ടായി പോകുന്ന ഒരു വിഷയമേ വരുന്നില്ല. പക്ഷേ നമ്മൾ DJI om4 ഈ സെയിം ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. സെയിം ഇഷ്യൂ നമ്മൾ ജസ്റ്റ് ഫോർ അകലേക്ക് പോകും തോറും അത് ത്രോ ഔട്ടായി പോയി, മീൻസ് ട്രാക്ക് ചെയ്യുന്നത് വിട്ട്. പിന്നെ ഗിംബിളിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വീഡിയോ സ്റ്റെബിലേഷന് വേണ്ടിയിട്ടാണ് ഗിംബിൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റൺ ചെയ്തിട്ടാണ് DJI om4 നമ്മൾ എടുത്തത്. പക്ഷേ വീഡിയോ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അടുത്തുകൂടെ പോയിട്ടില്ല എന്ന് പറയാം. രണ്ട് പ്രോഡക്റ്റിനും സെയിം ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് വീഡിയോ സ്റ്റെബിലൈസേഷൻ കിട്ടും, ചില വീഡിയോസിന് ചിലപ്പോൾ കിട്ടില്ല. പക്ഷേ ഫ്രണ്ട് ക്യാമറനെ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് പ്രോഡക്റ്റിനും വീഡിയോ സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ഗ്രൗണ്ട് ആയിട്ടുള്ള രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും നമുക്ക് DJI om4 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. DJI Osmo Mobile 3 നമുക്ക് എടുക്കാൻ പറ്റില്ല. അതൊരു ഡിസപ്പോയിന്റ് ആണ്. ഈ രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് DJI om4 മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ രണ്ട് ഫുട്ടേജ് നമ്മൾ വേറെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫുട്ടേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഷേക്കിനെസ് ഉള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്താൽ. അതുപോലെ തന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ആദ്യം അത് പോയി കണ്ടിട്ട് വരും, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. വീഡിയോ ഫുള്ളായി കണ്ടു വിചാരിക്കുന്നു. വീഡിയോ എങ്ങനെയുണ്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതിന്റെ രണ്ട് പ്രോഡക്റ്റിനും പ്ലസ് പോയിന്റും നെഗറ്റീവ് പോയിന്റും ഉണ്ട്. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ DJI om4 ആണ്. സമയം ലാഭിച്ച് നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു റിമൂവ് ചെയ്ത് അടുത്ത കാലത്ത് വീണ്ടും നമുക്ക് എടുത്ത് മാഗറ്റ് ചെയ്ത് വീണ്ടും നമുക്ക് ഗിംബിളിൽ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് DJI om4 എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ്. രണ്ട് പ്രോഡക്റ്റിന് ഡിസപ്പോയിന്റും നെഗറ്റീവ് പോയിന്റും ഉണ്ട്. വീഡിയോ സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളില്ല, അതുപോലെ ട്രാക്കിങ് കാര്യങ്ങളും അത് സോഫ്റ്റ്വെയർ വൈസ് പ്രോബ്ലം ആണ്. സോഫ്റ്റ്വെയർ വൈസ് അപ്ഡേഷൻ കാര്യങ്ങളും വന്നാൽ അത് ശരിയാവും എന്ന് വിചാരിക്കുന്നു. ഭാവിയിൽ വരികയാണെങ്കിൽ തീർച്ചയായും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ഗിവ് അവേ കാത്തുന്നതിനുള്ള ഇൻഫർമേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഗിവ് കൊടുക്കുന്നത് MA Band 5 അൺബോക്സ് റിവ്യൂല് MA Band 5 തന്നെയാണ് കൊടുക്കുന്നത്. അതിന്റെ വീഡിയോ ഐ ബട്ടൺ കൊടുക്കാൻ തീർച്ചയായും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. ഈ എല്ലാ ഗിവ് അവേയിലേക്കും ഇനിയും സമയമുണ്ട്. തീർച്ചയായിട്ടും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ, വിൻ ആവും. ഈ ഒരു വീഡിയോയിൽ ഗിവ് അവേ കൊടുക്കുന്നത് മാഗ്നറ്റിക് ഡാറ്റ കേബിൾ ആണ്. ഒന്നല്ല 2 പേർക്കാണ് കൊടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റൂളും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും പോയി ചെക്ക് ചെയ്ത് നോക്കുക. എന്താണ് മാഗ്നറ്റിക് ഡാറ്റ കേബിൾ എന്ന് അറിയുന്നതിന്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ അടിച്ചിട്ട് ഓടിക്കുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. റാൻഡം കമന്റ് വഴിയാണ് ആൾ തിരഞ്ഞെടുക്കുന്നത്. ഈ വീഡിയോയിൽ ഏത് ഫീച്ചേഴ്സ് ആണ് ഇഷ്ടപ്പെടുന്നത് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത കിടക്കാച്ച് പ്രൊഡക്റ്റുമായിട്ട് വരുന്നതായിരിക്കും. സ്റ്റിൽ ദെൻ ഹാർഡ് സൈനിങ് ഓഫ് പാച്ചു. അപ്പോൾ അടുത്ത വീഡിയോ